എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലേ. നമ്മുടെ ഓണത്തിരക്കൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഒന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ഒന്ന് ഏറെ ദുഃഖമുള്ളൊരു കാര്യം കേട്ടോ. ആദ്യത്തേത് വേറൊന്നുമല്ല, ആദ്യമായിട്ട് ഓണക്കോടി എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ടല്ലോ. ഞാൻ 10ൽ പഠിക്കുന്ന സമയമാണ്. അതിനു മുന്നേ ഓണക്കോടി പോയിട്ട് തുണിയെടുക്കലൊന്നും ഇല്ല. അതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ. ആ ഒരു സീൻ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയുടെ കയ്യിൽ അപ്പുറം ഇപ്പുറം പിടിച്ചു പോകുകയാണ്. അമ്മയുടെ പേഴ്സിൽ എത്ര രൂപ ഉണ്ടെന്നൊന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ ജന്മം ചെയ്ത അമ്മ പറയുമോ, അമ്മ എത്ര രൂപ അമ്മ സത്യം പറയുമെന്ന് പറയുമ്പോൾ അമ്മ പറയും, നിനക്ക് 250 രണ്ടുപേർക്കും കൂടി 500 രൂപയുണ്ട്, വാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകണ ഒരു സീൻ. അതാണ് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സീൻ എന്നുള്ളത് വേറൊന്നുമല്ല, അമ്മയുടെ ബ്രസ്റ്റിലൊരു മുഴ. നമ്മളിങ്ങനെ ഒരു 5-6 മാസം മുന്നേ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വലിയ വലിപ്പമൊന്നും തോന്നുന്നില്ല. അങ്ങനെ പിന്നെ ഒരു 5-6 മാസത്തിന് ഇപ്പുറം അമ്മ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വലുതായിട്ട് ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നത്. എന്നാലും നമ്മൾ ഫൈബ്രോയിഡ് മൊഴിയാണെന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് ഞാനും അമ്മയും കൂടി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടതും ഡോക്ടർ പറഞ്ഞു, ഇന്ന് തന്നെ സ്കാൻ ചെയ്ത് റിസൾട്ട് കാണിച്ചിട്ടേ ഇവിടുന്ന് പോകാവുള്ളെന്ന്. അപ്പം തന്നെ ഞങ്ങളുടെ മൈൻഡൊക്കെ അങ്ങനെ ഡൗൺ ആയി തുടങ്ങിയത്, എന്താണ് സംഭവം. എന്നാലും വിചാരിച്ചു ഫൈബ്രോയിഡ് മുഴ തന്നെയായിരിക്കും, വലിപ്പം അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യുന്നു, റിസൾട്ട് കാണിക്കുന്നു, ഡോക്ടർ ആ വാർത്ത പറയുന്നു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. ഞങ്ങൾ രണ്ടും കൂടി സ്കൂട്ടറിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിക്കാൻ പറ്റണില്ല. കുടുകുടുകൂടാ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുവാണ്. കരച്ചിൽ പിഴിച്ചിൽ. ആൻറ്റിയുടെ വീട് തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ അന്ന് നമ്മൾ അവരുടെ വീട്ടിൽ താമസിച്ചിട്ട് പിറ്റേന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഈ സങ്കടം കണ്ടിട്ട് അമ്മ പറഞ്ഞ്, നാൻസിനോട് ഇപ്പോൾ പറയണ്ട, അവൾ കൊച്ചല്ലേ, അവൾക്ക് സങ്കടമാകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഒരാഴ്ച ഇത് രഹസ്യമാക്കി വെച്ച്. ആ രഹസ്യമാക്കി വെച്ച സമയത്താണ് ഓണ സെലിബ്രേഷനൊക്കെ ഞാൻ പോയതൊക്കെ ഞാൻ ഓർക്കുവാണ്. ഞങ്ങൾ എംകോമിന് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നത് ഞങ്ങൾ 3-4 പേര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവൾ ഒരാൾ ബ്ലൗസ് മേടിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് തന്നെ കാണിച്ചിട്ട് നല്ല അടി ടൈ ചെയ്ത് കൊടുത്തോളാൻ പറഞ്ഞേക്കുക കേട്ടോ. അങ്ങനെ അതിങ്ങനെ ആ ഒരു സീൻ ഞാനിങ്ങനെ ഓർക്കുവാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓണപരിപാടിയുടെ ഇടയിൽ നമ്മൾ നിൽക്കുവാണെങ്കിലും മനസ്സിലിങ്ങനെ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്നൊരു നിപ്പുണ്ടല്ലോ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥ അതൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. ഈ 2 സീനും മൈൻഡിൽ നിന്ന് ചത്താലും പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന കറികളൊന്നും നമ്മളെ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. രാവിലത്തെ പുട്ടും പേരെ ഉണ്ടെങ്കിൽ താന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓണം അല്ലേന്ന് ഓർത്തിട്ട് അമ്മതേ കുറച്ച് അച്ചാറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ.